നമസ്തേ. ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ അവരുടെ ഫീൽ എന്തായിരിക്കും, അവരത് മനസ്സിലാക്കുകയും അപ്പോഴവർക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ്, എനർജി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ഏത് പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ കാണുന്നത്, ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നൊരു റീഡിങ്സ് ലഭിക്കാനായിട്ടും നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം അഫർമേഷൻസുകൾ എഴുതാൻ. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളിപ്പോൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അവസാനിപ്പിക്കുകയും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന സെപ്പറേഷന് കാരണം അത് കർമ്മ ബേസ് ആണോ, മറ്റു വ്യക്തികളുടെ ഇടപെടലാണോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണോ, അല്ലെ ഈ വ്യക്തിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എനർജി വന്നത്, അതുപോലെ ഈ ഒരു റിലേഷൻ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണോ, എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ, പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളിത് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ ആ വ്യക്തിക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആയാൽ എന്തായിരിക്കും ആ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ജസ്റ്റിസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഒരു ടെലിപ്പതി എനർജിയുള്ള റിലേഷനെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണേലും നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള, അതായത് ഒരു ബാലൻസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ രണ്ട് വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് കറക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള എനർജിയാണ്. ഇതിനകത്ത് സെപ്റ്റംബർ മാസം, ഓഗസ്റ്റ് മാസം, ഒക്ടോബർ മാസം, അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ. ജൂൺ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ്. നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഇത്രയും എനർജികൾ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ജൂൺ, മെയ് മാസങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. എന്താണെങ്കിലും ഒരു ജസ്റ്റിസ് ആണ്, നീതിയാണ്, ഒരു കർമ്മ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും പിന്മാറുമ്പം, നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത്, അതായത് വളരെ ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്കൊരു സ്പെഷ്യൽ സ്ഥാനം ഉണ്ടായിരുന്ന പേഴ്സണായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കാണും, മറ്റൊരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവേണ്ട വ്യക്തികളായിരുന്നു കാണും. നിങ്ങളുടേതാകുന്ന പ്രാധാന്യം കൊടുക്കേണ്ട പല ഇടങ്ങളും പല സമയങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണ് ഒരു സ്പെഷ്യൽ എനർജി കൊടുത്തിരുന്നു, സ്പെഷ്യൽ സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ കൊടുത്തിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഒരു വിധിയെ ബേസ് ചെയ്ത്, കാലത്തിൻ്റെ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റഡ് ആയത്, ചിലപ്പോൾ കണക്റ്റഡ് ആയത് ഒരു സംസാരത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കാം. അതുപോലെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായതും ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ ആയിരിക്കാം സാധ്യത നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയതിനും കാരണം. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാര രീതിയോ ആ വ്യക്തിയുടെ സംസാര രീതിയോ മറ്റുമൊക്കെ കണക്റ്റ് ചെയ്ത് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വന്നതും സംസാരത്തെ ബേസ് ചെയ്ത് തന്നെയാണ്. ഒരു പക്ഷേ അവർക്ക് പെയിൻ ഉണ്ടാകുന്ന എന്തെങ്കിലുമോ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകുന്ന എന്തെങ്കിലുമോ അങ്ങോട്ടും ഇങ്ങോട്ടും
ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് പിന്നീട് വളരെ ശക്തമാകുന്ന ഫൈറ്റിങ്ങിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതായത് ആ വ്യക്തിയുടെ എന്തു കുറവുകളെയും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. ഒരു സ്പെഷ്യൽ എനർജി ആയിരുന്നു, ഒരു സ്പെഷ്യൽ സ്ഥാനമുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയോടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും പുറത്തിറങ്ങുക എന്നത്, മൂവ് ഓൺ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് മാറി നിൽക്കുക എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണലി ഒരു കർമ്മ നേരിടേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അവരൊരു പക്ഷേ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് കുറയുമ്പം തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. റീയൂണിയൻ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളോടുള്ള അവരുടെ ഒരു ഹൈഡ് ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ എനർജിയാണ്. നിങ്ങളെ വളരെയധികം അട്രാക്റ്റഡ് ആണ് പേഴ്സണ്. പിന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിൽ, അല്ലെങ്കിൽ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് നോക്കിയാൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ആക്ഷൻ എടുക്കാനും അവർ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം അവരുടെ മനസ്സിൽ എപ്പോഴും കണക്റ്റഡ് ആകുന്നുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കേട്ടോ. അതേസമയം ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു ഗ്രോത്ത് വരുത്തണം, അതായത് ഒരു മാറ്റം വേണമെന്നൊരു ചേഞ്ചിങ് വരുത്തണമെന്ന് അവരുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. 5 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറുക എന്നത് അവർക്ക് മുന്നിലൊരു അവരുടെ ഏറ്റവും ബ്ലെസ്സിങ്സ് ആയ ഒരു ഡോർ ഓപ്പണിംഗ് ആകുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കും. അതായത് അവർക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നുള്ളതും അവർ വളരെയധികം അവരുടെ ആ ഒരു നിലനിൽപ്പിന് ഒരു ഒരു തകർച്ച, ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതും അവർക്ക് മനസ്സിലാകും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്താൽ. കാരണം നിങ്ങളെ ഇപ്പോൾ അവർ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഒരു പോസിറ്റീവ് അല്ല, വല്ലാതെ നിങ്ങളെ ഒരു ഒരു ട്രാജഡിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനകത്ത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രേക്കപ്പ് എനർജി അല്ല ഇതിനകത്ത് കൂടുതൽ കാണുന്നത്. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണ്. അതായത് നിങ്ങളിലേക്ക് വരികയും അതുപോലെ തന്നെ നിങ്ങളോട് മിണ്ടാതെ നിങ്ങളിൽ നിന്ന് പുറത്തു പോവുകയും നിങ്ങൾ വീണ്ടും മാനസികപരമായിട്ട് ഒന്ന് സ്ട്രോങ് ആകുമ്പോഴത്തേനും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള എനർജികൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഇന്നത്തെ റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. സെപ്പറേറ്റഡ് ആയവരുടെ അല്ല എനർജി കൂടുതൽ, സെപ്പറേറ്റഡ് ആയവരുടെ ഉണ്ടെങ്കിലും ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്നത് നിങ്ങളെ ഒരു അടിമ പോലെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ, മൂവ് ഓൺ ചെയ്യുക എന്നത് അസാധ്യമാണ്. കാരണം അതുപോലുള്ളൊരു ബന്ധനം അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ളൊരു സിറ്റുവേഷൻസും ചിലരുടെ എനർജിയിൽ കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ എന്തൊക്കെയോ പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ എന്തൊക്കെയോ പോസിറ്റിവിറ്റി നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തത് എന്താണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പെയിൻ എനർജി തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് നിങ്ങളെ മനസ്സിലാക്കിയുള്ള ഒരു സംസാരമോ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ പ്രസൻസോ ഒന്നും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ശക്തമാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടന്നാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. കാരണം അവരെ ഇത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന, അവരെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്ന, അവരെ ഇത്രത്തോളം പവർഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധങ്ങളും അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അവരെ
ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുന്നതും അവരുടെ കുറവുകളെ പോലും പോസിറ്റീവായിട്ട് കണ്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് എപ്പോൾ പുറത്ത് കടക്കുന്നോ അതോടുകൂടി അവരുടെ ഇമോഷണൽ ബാലൻസാണ് തകർന്നു പോകുന്നതും ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് അവരുടെ സാഹചര്യങ്ങൾ മാറിപ്പോകുകയും അവരെ ഒന്നുമല്ലാതെ ശൂന്യമാകുന്ന ഒരവസ്ഥയിൽ നിൽക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓണാൻഡോ സിറ്റുവേഷൻസിൽ നിൽക്കുന്ന എനർജിയാണ് കൂടുതൽ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത്. ചില സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർക്കൊരു ഉൾവിളി കിട്ടുന്നത് പോലെ അവരെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്തു പോകുമെന്ന്. സഡൻ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഇട്ട് തരികയും ആ ഒരു ചെറിയ പ്രതീക്ഷയിൽ നിങ്ങൾ വീണ്ടും ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ഹെൽത്തി ആയിട്ട്, ഏറ്റവും വലിയ ഹെൽത്തി ആയിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അവരുടെ ഒരു ചെറിയ പ്രസൻസ് പോലും നിങ്ങൾ വളരെ ഹാപ്പി എനർജി ആയിട്ട് കാണുന്ന വ്യക്തികളാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്നൊരു വാല്യൂ ആ ഒരു പേഴ്സൺ അത്രത്തോളമാണ്. കൂടാതെ തന്നെ നമുക്കിത് ഈ ഒരു ബന്ധത്തിനെ കണക്റ്റ് ചെയ്യുമ്പം കാണാൻ പറ്റുന്നത് ശരിക്കും ഇതൊരു കർമ്മ റിലേഷനാണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളും കർമ്മ ബേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൽ പോസിറ്റീവ് ഉണ്ടെങ്കിലും മറുവശത്ത് ഇതിനകത്ത് ഡാർക്കാകുന്ന മോശമാകുന്ന പല സിറ്റുവേഷൻസുകളുമുണ്ട്. ശരിക്കും നിങ്ങളെ ഇവർ മാനേജ് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ അവർക്ക് സ്ട്രെസ് എനർജി ഉണ്ടാവും, അവർക്ക് ടെൻഷൻ ഉണ്ടാകും, അവർ പേടിക്കും. ഒരു പക്ഷേ നിങ്ങളെ അവർ പേടിക്കും. നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോകുമ്പം നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് അവരെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശരിക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളിലും അവർക്ക് ശരിക്കും പോസിറ്റീവെന്ന് പറയാനും അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴുള്ള ചില കാര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പ്രസൻറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ 4 വശങ്ങളിൽ നിന്നും അവർക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവർക്ക് നെഗറ്റീവാകുന്ന പല കാര്യങ്ങളുമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവർക്കൊരു നല്ലതാകുന്ന പോസിറ്റീവാകുന്ന ഒന്നും തന്നെ മറ്റൊരിടത്തുനിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് അത് ലഭിക്കുമ്പോൾ അത് അവരൊരു വാല്യൂ കൽപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു മടയത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അവരെ നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴേ കേട്ടോ. സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇമോഷണലി അവരെ കണക്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എത്രത്തോളം ഇമോഷണലി അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നോ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എഫോർട്ട്, നിങ്ങൾ എടുത്ത എഫോർട്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഈ ഒരു ബന്ധത്തിൽ പ്രാധാന്യം കൊടുത്തു പോകുന്നത് കൊണ്ട് അവർക്ക് അതിനകത്ത് ഒന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല. അവർ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കടക്കുമ്പം പിന്നെ അവർ എഫോർട്ട് ഇടേണ്ടി വരുമെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചിലരുടെ എനർജികളിൽ നോക്കി അവർ സഡൻ എഫോർട്ട് ഇടുന്ന സിറ്റുവേഷൻസിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ശരിക്കും അവർ ചിന്തിക്കും, അവർ ചെയ്തതും അവർക്ക് വന്ന മിസ്റ്റേക്കുകളും നിങ്ങൾ അവർക്ക് നൽകിയ പ്രസൻസും എല്ലാം അവർ ചിന്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏകദേശം ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ട്. ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കർമ്മ ബേസിലുള്ള ചില സിറ്റുവേഷൻസുകളും നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളുടെ പ്രസൻസിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവർ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് യാതൊരു രീതിയിലും നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ട എല്ലാ ബൗണ്ടറികളും അവർ തീർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു അഭിപ്രായ ഭിന്നത സംഭവിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണ ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. പുറമേയുള്ള ചില സാഹചര്യങ്ങൾ ഒരു വെല്ലുവിളി പോലെ നിങ്ങളുടെ റിലേഷനിൽ തടസ്സമായിട്ട് നിൽക്കുന്നുമുണ്ട്. ഇതെല്ലാം ഒന്ന് മാറിയാൽ, കുറച്ച് കാലതാമസം എടുത്താലും
പ്രതിസന്ധികളെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പുതിയ ചില പ്ലാനിങ്ങുകൾ അവർ മനസ്സിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിൽ കാണുന്നുണ്ട്. ബ്ലോക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ മറ്റു വ്യക്തികളുടെ പ്രസൻസ് വന്നിരിക്കുന്നതാണ്. നിങ്ങളിൽ നിന്നും അവർ ഇപ്പം കറൻ്റ്ലി ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് നോക്കുമ്പം ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് പുറമേന്ന് കണക്റ്റഡ് ആണ്. ഈ ഒരു റിലേഷനിൽ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, മോശമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ബന്ധം പോസിറ്റീവായി നിന്ന റിലേഷനെ അൺഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് മാറ്റി. അതായത് കൺഫ്യൂഷനിൽ നിന്ന സമയത്ത് അത് കുറച്ചും കൂടി മോശമാക്കിയെടുക്കാൻ മറ്റു പല എനർജികൾക്കും പുറമേയുള്ള ഒരുപക്ഷെ സൗഹൃദ വലയങ്ങളിൽപ്പെട്ടവർക്കായിരിക്കാം, അതല്ല എങ്കിൽ ഫാമിലിക്കുള്ളിലുള്ളവർക്കായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ കൺഫ്യൂസ്ഡ് എനർജിയിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു യോജിപ്പില്ലാണ്ട് നിന്ന സമയത്ത് മറ്റ് പലരുടെ ഇടപെടൽ നിങ്ങളുടെ റിലേഷനെ നല്ല പോലെ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം ഒരു മാറ്റമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ പ്രസൻസ് ഒരു രീതിയിൽ അവരിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും മറ്റ് പല രീതികളിൽ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻസും ഈ ഒരു വ്യക്തിയിലേക്ക് എത്താതെ വരുമ്പം അവരുടെ സന്ദേശം നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് പ്രൗഡാകുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ആത്മാഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ അവർക്ക് മുന്നിൽ ഇങ്ങനെ താണ് കൊടുക്കും തോറും നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി ബ്ലോക്കിംഗ് സംഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് അവിടെ ഒരു വ്യക്തിത്വം ഇല്ലായ്മയാണ് കാണേണ്ടി വരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തിയെ എനർജിയെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കാര്യങ്ങൾ നേരെ തിരിഞ്ഞ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഈ ഒരു റിലേഷൻ അവർക്കൊരു വെൽത്തി എനർജി ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ചിലരൊക്കെ ഈ ഒരു വ്യക്തിനെ സാമ്പത്തികപരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ നിന്നും അവർ ഇമോഷൻസിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷൻസിന് അവർക്ക് വലിയ വാല്യൂ കൊടുക്കാതെ ഇമോഷണലി അവരൊരു അഡിക്ഷൻ മാത്രം കണക്റ്റ് ചെയ്ത് മറ്റു മെറ്റീരിയലിസ്റ്റിക്കാണ് സാമ്പത്തിക സഹായമാവാം, മറ്റു പല രീതിയിലുള്ള സഹായങ്ങളാവാം, സപ്പോർട്ടുകൾ ഇവർ നിങ്ങളിൽ നിന്ന് നേടിയെടുത്തിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ചിലരുടെ എനർജികളിലൊക്കെ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ പല രീതിയിൽ അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന പലരും അവരിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ചെല്ലുന്ന തരത്തിലുള്ള വ്യക്തികളുടെ പ്രസൻസും കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ റിലേഷനിൽ അവർക്കൊരു വാല്യൂ നൽകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവർക്ക് എപ്പോഴും മാറി മാറി പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മൂല്യം അവർക്ക് മനസ്സിലാക്കേണ്ടതില്ലായിരുന്നു. പക്ഷെ നിങ്ങളെ വെൽത്ത് എനർജിയിൽ സാമ്പത്തികപരമാകുന്ന ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളെ അവർ നല്ല രീതിയിൽ ചൂസ് ചെയ്തിരുന്നു. അപ്പം അതെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ആവുമ്പം ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ ഒരു ബ്ലോക്കിംഗ് വരുമ്പം നിങ്ങളുടെ വാല്യൂ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവരുടെ ഈഗോ, അവർക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിവ് കൂടുതലാണെന്നുള്ളൊരു ഭാവം, സെൽഫിഷ് മെൻറ്റാലിറ്റിയൊക്കെ അങ്ങ് പൂർണ്ണമായിട്ടും ഇടിയുക തന്നെ ചെയ്യും. അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവരെപ്പോഴും ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ പാലിച്ചുകൊണ്ട്, അതായത് അവർ വളരെ പക്വതയുള്ളതാണ്, വ്യക്തിത്വമുള്ളതാണ്, മാത്രമല്ല എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പം പിന്നെ നിങ്ങളോട് അവർ കാണിക്കുന്ന ബിഹേവിയർ വളരെ നെഗറ്റീവായി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് രീതിയിൽ പെരുമാറുന്ന സിറ്റുവേഷൻസുകളൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റീനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലൊരു സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുടെ എനർജിയും നമുക്കിതിന്
ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ നിലനിൽപ്പ്, അവരുടെ പേര്, പ്രശസ്തി, അവരുടെ സക്സസ്, അതിനപ്പുറത്തേക്ക് അവർ മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ആരെയും ഉപയോഗിച്ച് അവരുടെ കാര്യം നടത്തിയെടുക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉള്ള വ്യക്തികളുടെ വ്യക്തിത്വവും വ്യക്തികളുടെ എനർജിയും നമുക്കിവിടെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ പതുക്കെ അങ്ങ് പിന്മാറുമ്പം അവരുടെ ആ ഒരു സെൽഫിഷ് മൈൻഡ് തന്നെ ഡൗൺ ആവും. അതായത് നിങ്ങളുടെ പ്രസൻസ് ഇല്ല എന്ന് തോന്നുമ്പം നിങ്ങളുടെ സ്നേഹം, വാല്യൂ, പ്രസൻസ് അവർക്ക് ആവശ്യമായിട്ട് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങളൊരു പാഷൻ പോലെ ഇതാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, ഇവർ വലിയ വാല്യൂ ഉള്ളതല്ല, ഇവരൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ലൈഫിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് നിങ്ങളങ്ങ് സ്വയം ചിന്തിച്ചാൽ അത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കും. അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും. നിങ്ങളുമായിട്ട് സഹകരിക്കാനുള്ള മടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മടി, ഈഗോ, എനർജി, നിങ്ങളെ മറ്റു പല രീതികളിലും താഴ്ത്തി കെട്ടുന്ന സിറ്റുവേഷൻസുകൾ, ഇറിറ്റേഷൻ ഫീലിങ്സ്, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഇവരിൽ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അതിനെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നിങ്ങൾ അവരെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഏത് രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്താലും അതെല്ലാം മറന്നു വീണ്ടും വീണ്ടും നിങ്ങളവരെ കണക്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് ഇതിനെല്ലാം ഒരു വളം വെച്ച് കൊടുക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം അവിടെ അവസാനിക്കുകയും ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ, അവർ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു പെയിൻ എനർജിയിലേക്ക് അവർ മാറുകയും ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി എനർജി ആയിട്ട് അവർ നിങ്ങളെ കാണാൻ തുടങ്ങും. അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസായ, വാല്യുബിളായ, അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല ഒന്ന്, വിശ്വാസത്തോടു കൂടി നിലനിൽക്കാൻ പറ്റുന്നതായിട്ട് തന്നെ നിങ്ങളെ അവർ കാണുകയും ചെയ്യും. തർക്കങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസുകളും, അതായത് നിങ്ങളിൽ അവർ കണ്ടിരുന്ന എല്ലാ കുറവുകളും അതോടെ അവസാനിച്ച് ഒരു സെക്കൻഡ് ചാൻസ് എനർജി നിങ്ങളോട് അവരാവശ്യപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് തന്നെ മാറും. കാരണം ഇതിനകത്ത് കറൻറ്റ്ലി നിങ്ങളൊരു ഫാമിലി പോലെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എനർജി പോലെയാണ് ഈ ഒരു സിറ്റുവേഷൻസിന്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം. അത് അവർ മനസ്സിലാക്കാതെ നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന ബന്ധമായിക്കോട്ടെ, നോ കോണ്ടാക്റ്റിലുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലേക്ക് പോയ റിലേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വാല്യൂ നൽകാതെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുക എന്നതാണ് നിങ്ങളുടെ മൂവ് ഓൺ എനർജിയുടെ പ്രാധാന്യം കേട്ടോ. വളരെ ശക്തമാകുന്ന പ്രതിജ്ഞാബദ്ധതയോടുകൂടി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതായത് നിങ്ങളുടെ പ്രാധാന്യം അവർ അറിയുക തന്നെ ചെയ്യും. കാലം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതായത് നിങ്ങൾ അവരെ എത്രത്തോളം ഫോക്കസ് ചെയ്തോ അതുപോലെ അവർ നിങ്ങളെയും തിരിച്ചു ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഒരു കൺഫ്യൂഷൻ, അതായത് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ ആളുകളുടെ എനർജി ഉണ്ട്. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് കുറച്ചൊക്കെ ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ എന്ന നിലയിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നത്. അതായത് എവിടെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് ഭാഗത്തെ എനർജിയാണ് എൻ്റെ ലൈഫിലേക്ക് വേണ്ടത്, ആരുടെ വാക്കുകൾക്കാണ് വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിറ്റുവേഷൻസിനെയും, കുടുംബ ബന്ധങ്ങളെയും നിങ്ങളെയും അവരൊരുമിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ മാർഗങ്ങളും അവർ സ്വയം കണ്ടെത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കാർമിക് എനർജി എന്ന സിറ്റുവേഷൻസിൽ നിന്ന്, നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന കാർമിക് സിറ്റുവേഷൻസിൽ നിന്നും, കർമ്മ എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക്, നീതി ലഭിക്കുന്ന, ന്യായം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കും, അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷനിൽ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തലത്തിലേക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ വ്യക്തിയുമായിട്ടുള്ള എനർജി കണക്ഷൻസിൽ നിന്നും പുറത്തേക്ക് മാറിക്കഴിഞ്ഞാലെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ.